ഗായ്സ്, വെൽക്കം ടു ആമീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇത്ര നാൾ ഷോർട്ട് വീഡിയോസാണ് കേട്ടത്. ഇപ്പോൾ ഒന്നൊരു മിനി വ്ലോഗ് ഇടാന്ന് വെച്ചു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മാമീനെ കൊണ്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിക്കുക, അങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ വീഡിയോസ് ഇടുക ഉള്ളൂ, ചെറിയ മിനി വ്ലോഗ് എന്താ പറയുക. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗായ്സ്, ഞാനിതാ ഒരുങ്ങി, ചെറിയൊരു മേക്കപ്പേ ചെയ്തുള്ളൂ. പിന്നെ മാമി ഒരുങ്ങി. അപ്പോൾ ഞങ്ങൾ മാമി ഒരുങ്ങുന്നേ ഉള്ളൂ. അപ്പം മാമീനെ കൊണ്ട് കാണിക്കുകയൊക്കെ വേണം. അപ്പം മാമിയും കൂടി വന്നിട്ട് നമുക്ക് പോവാം കേട്ടോ. അപ്പോൾ ഗായ്സ്, എല്ലാവരും വന്നിരിക്കുന്നു. ഞങ്ങൾ മൂന്നാളും ഇതാ, ഒരാളിതാ വരുന്നേ ഉള്ളൂ. ക്യാമറേൻ്റെ മുന്നിൽ എന്താ പറയുക, മുഖം കാണിക്കാൻ മടിയാണ് ഗൈസ്. നല്ല വെയിലാണ്. ഇവിടെ ഒരു എന്താ പറയുക, നശിച്ച പട്ടിയുണ്ട്, അതിൻ്റെ വെരിക്കറെന്നാണ് ഇപ്പോൾ കുറെ കേട്ടോ ഞങ്ങൾ. ഉണ്ടോ ഞങ്ങൾ ഒരു വീട്ടിൻ്റെ മുന്നിൽ കൂടെയാണ് വരുന്നത്. ഞങ്ങൾക്ക് വഴി താഴെക്കൂടി ചുറ്റി വരണം. അപ്പം ഞങ്ങളിങ്ങനെ വരാമെന്ന് വെച്ച്. അയ്യോ, ഓക്കെ, ഇതാണ് മാം. നിങ്ങളെ മുഖം കണ്ടില്ലല്ലോ, നല്ല അലിഞ്ഞ ചിരി. അമ്മ ഒന്ന് യോഗ കാണിച്ചു കൊടുക്ക്. അമ്മയോ, നല്ല വെയിലാണ്, ക്ലിയർ ഉണ്ടാവും എനിക്ക് ഉറപ്പില്ല. ഞാൻ പിടിക്കാൻ ഞങ്ങളിതാണ് നടക്കുകയാണ്. ഫസ്റ്റ് കോറിയിലേക്ക് പോവാം അല്ലേ. മഴക്കാലത്ത് വരുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഗായ്സ്, ഇത് കോറിയാണ് ഗായ്സ്, കോറിയാണ്. പിന്നെ താമരയൊക്കെ ഉണ്ടാവലുണ്ടായിരുന്നു, ഇപ്പം എന്ത് താമര ഇല്ലാത്തതെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തെങ്കിലും അപ്പോൾ ഗൈസ്, ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ അതിലൂടെയാണ് കുളമൊക്കെ കാണിച്ചു തരാൻ പോകുന്നത്. ക്ഷേത്രത്തിന് കുറച്ച് ദൂരമുണ്ട്. എന്താ പറയുക, അയ്യപ്പൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ ഗൈസ് അതാ, പിന്നെ അത് എന്തുവാ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, 2 മരത്തിന് മറ്റേ മരത്തിന് കശുവണ്ടി മരത്തിന് എന്താ പറയുക ഞങ്ങളുടെ നാട്ടിൽ പറങ്കിയാമെന്ന് പറയും. അത് തന്നെ, ഇവിടെ ചെറുതായിട്ട് അങ്ങനെയൊക്കെ പറയുമെങ്കിലും പക്ഷെ കൂടുതലും പറയാം കശുവണ്ടിന്ന്. കശുവണ്ടിന്ന് അങ്ങനെ പറയല്, അങ്ങനെയും പറയലുണ്ട്. പിന്നെ ഭഗവതി ഉണ്ടോ, അങ്ങനെ എന്തോ സംഭവം ഇത് അവിടെ മേലത്തതില്. പിന്നെ അയ്യപ്പൻ്റെ ഇതൊക്കെയാണ്. ഇതാ അയ്യപ്പൻ കാവല്ലേ. പിന്നെ കാവുണ്ട് കേട്ടോ, സർപ്പക്കാവ്. അവിടെ എന്തോ ഏതൊരു ശനിയാഴ്ച, ഏതാണെന്ന് എനിക്കറിയില്ല, ഏതൊരു ശനിയാഴ്ച എന്താ പറയുക, കുറേ ഇതൊക്കെ നടക്കുന്നുണ്ട്. പാമ്പിന് എന്തൊക്കെ കൊടുക്കാൻ കിളികളെ കണ്ടപ്പോൾ ഞാൻ തെറ്റിപ്പോകും. അവിടെ നല്ല വെയിലപ്പോൾ ഇവിടെ അധികം അങ്ങനെ. ഇതാ ഞങ്ങളെ കുളം. ബാ, റെഡിക്ക് വേനൽക്കാലാകുമ്പോൾ ഇതങ്ങ് ഫുള്ള് വെള്ളം അങ്ങോട്ടേക്ക് അങ്ങ് പോകും. അങ്ങ് എന്താ പറയുക, കുറേ അങ്ങ് അപ്പുറത്തേക്ക് അങ്ങ് പോകും. പിന്നെ വെള്ളം മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇത്ര വരെ വെള്ളം വരുത്തുന്നുണ്ട്, നിറഞ്ഞു കിടക്കുക പതിവ്. അപ്പോൾ അധികം മഴ പെയ്യാത്തതിനെ കൊണ്ട് ഇത്ര റെഡിക്ക് ഇവിടെയൊക്കെ ഇറങ്ങാനുണ്ടായിരുന്നു. വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ഈ വെള്ളമൊക്കെ അങ്ങ് പോകും. കുറേ മീനുണ്ട്. ഇതാണ് കുറേ മീനുകൾ കാണുന്നുണ്ട്. അയ്യോ, ഇവിടെ കയറാൻ പറ്റൂല. അപ്പോൾ ഞങ്ങളൊക്കെ കുളിക്കാൻ വരുന്ന ടൈമിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് മീൻസ് കുളത്തിൽ വരുമ്പോൾ ഇവിടെയാണ് ഞാൻ കൂടുതൽ ഇരിക്കൽ. എന്താ പറയുക, ഇവിടെ മുന്നത്തെ ചാനലിൽ ഞങ്ങൾ കുറേ വീഡിയോ ഒക്കെ എടുത്തിരുന്നു. അന്ന് ഞങ്ങളെ പ്രദേശം കാണിക്കാനായിട്ട് AJ ആമീസ് വ്ലോഗ് അതിലായിരുന്നു ഇട്ടത്. അപ്പോൾ അതിൽ കണ്ടോര് പിന്നെ ഞങ്ങൾ ഇതിലേക്ക് സപ്പോർട്ടൊക്കെ ചെയ്യണം, പിന്നെ അത് കാണുകയും വേണം കേട്ടോ.
അതിപ്പോൾ ഞങ്ങളെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഫോണൊക്കെ മാറ്റി അങ്ങനെയൊക്കെ ഇതായപ്പോൾ ആ യൂട്യൂബ് ചാനലിൽ പോയി. പിന്നെ ആ യൂട്യൂബ് ചാനൽ എടുക്കാനൊന്നും ഒന്നുമില്ല. അപ്പം അതിൽ അത് കണ്ടവർ കൂടുതലും അറിയുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. ഞാനിങ്ങനെ നടന്നു പോവാണ്. ഒരു പുറകിൽ വരാമെന്ന് പറഞ്ഞിരുന്നു. അതന്നെ സൂപ്പർ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ. എനിക്ക് ഇവിടെ അറിയത്തുള്ളൂ ഏതൊക്കെ സ്ഥലമുണ്ട്. പിന്നെ കുറച്ച് ഡാൻസൊക്കെ വീഡിയോ എടുത്തിരുന്നു. അതൊക്കെ വയ്യെ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഞാനൊരു കാര്യം കാണിച്ചുതരാം. കണ്ടോ, അത് കുട്ടികളെ കണക്കിന് കളിക്കുകയാണ്. കല്യാണം കഴിച്ചൊരു പെണ്ണാണെന്നൊരു ബോധം വേണ്ടേ? എന്തുവാ ഇത്? നമുക്ക് രണ്ടെണ്ണം കളിക്കുന്നേ. എന്ത് നിങ്ങൾക്ക് കൂടി അങ്ങ് ഇരുന്നൂടെ? പൊളിക്കോ? ഇരിക്കാനാവൂലത്. ഫോട്ടോ പ്ലീസ്. എന്ന് വെച്ചിട്ട് ഇനിയും നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനുണ്ട്. മിനി വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് വലിയ വ്ലോഗ് ആവല്ലേ. പിന്നെ നമുക്ക് വാ, ഇവരിവിടുന്ന് കളിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതാ അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇതാ ഗൈസ് നമ്പൂതിരീൻ്റെ വീടാണ്. അല്ല, ഇല്ലം ഗൈസ്, ഇല്ലമാണിത്. ഇവിടുന്നൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അറിയുന്നവരാണെങ്കിൽ യൂട്യൂബ് ചാനൽ കണ്ടോരാണെങ്കിൽ ഇതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതാ നമ്മുടെ ഇല്ല. പിന്നെ പുളിയുണ്ട്. പിന്നെ ഇവിടുത്തെ വരെ ആല് നിൽക്കുന്നുണ്ട് കേട്ടോ. അതാണ് എനിക്കിഷ്ടമായി. ഞാൻ കാണിച്ചൊരു ഐറ്റം. ഇതും കോറീൻ്റെ ഒരു സ്മോൾ ഭാഗമാണ്. കണ്ടോ, ആമിയൊക്കെ അത് ഫുള്ളും പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ അങ്ങനെയാണ് കേട്ടോ കൂടുതലും വരാൻ. പിന്നെ എന്താ ഇത്രയും നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കുക. ഇനി നമുക്ക് അങ്ങോട്ട് പോകാണ്ട് കേട്ടോ. അതിലൂടെയൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് വരാം കേട്ടോ. ഇവിടുത്തെ വരെ വരാം. അത് പറ്റുമെങ്കിൽ മാമീനെ കൊണ്ട് ഞങ്ങൾ ഇറക്കിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അങ്ങോട്ട് പിന്നെ അന്നൊരു പ്രാവശ്യം ഞാൻ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് വീഡിയോ എടുത്തിരുന്നു. മറ്റേ ടൈറ്റാനിക് പോലെ നിൽക്കാം. ഗായ്സ് നോക്കൂ, നല്ല ഇരിക്കാൻ പറ്റിയ സ്ഥലം. എനിക്കിവിടെ കടന്നുറങ്ങാൻ തോന്നുന്നു. നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാനും മമ്മി വരുന്നില്ല. ഏച്ചു പോയി നോക്ക്. അയ്യോ, നല്ല വെയില്. ഒരു കാഴ്ച കൂടി കാണിച്ചു തരാം. പൈക്കലീൻ്റെ ഒരു ആറാട്ടുപുഴയാണ് ഗൈസ്. പൈക്കലീസ് ആറാട്ടുപുഴ. അതെന്നെ അവിടുന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലൂടെയൊക്കെയാണ് അവർ ചാടി ഇറങ്ങിയത്. ചാടി മറിഞ്ഞൊക്കെ നല്ല വെയിലൊക്കെയാണ്. ഇവിടെ തണലുണ്ട്. ഞാൻ അവരെയും കൂടി വിളിക്കട്ടെ. ഒന്നുണ്ട് കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് അവരെങ്ങനെ കിട്ടുന്നൊന്നുമില്ല. ആമിക്ക് നല്ല പേടിയാണ് കേട്ടോ വരാനൊക്കെ ഇങ്ങോട്ടേക്ക്. കാരണം നല്ല ഇതൊക്കെ ഇല്ലേ, കൊക്കയൊക്കെ ആയതുകൊണ്ട് ഒക്കെ നല്ല പേടിയാണ്. അപ്പോൾ അതാണ് ഇതൊക്കെ. ഇവിടെ നോക്കി നല്ല വ്യൂ ആണ് കേട്ടോ. നമുക്ക് അവിടെ ബൈക്കല്ലുണ്ട് കേട്ടോ, സൂക്ഷിച്ചു വന്നോ. ചെറുതായി ഒന്ന് വീണതാണ്. ഞാളിതാ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. നല്ല വേദന.
ആക്ഷൻ ഉണ്ട് ഇവര്. നല്ല വേനുണ്ട് ഗായ്സ്. ഞാൻ വീണു ഗായ്സ്. കാല് ഉണ്ടോ ഗായ്സ്? ചെറുതായിട്ടൊന്ന് വീണതേ ഉള്ളൂ. എന്നെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ്. ആമീൻ എടുത്തതായിരുന്നു. ഒടുക്കത്തെ കഴിയായിപ്പോയി ആമിയെ ഗായ്സ്. ഇതാ ഇതിനെ എടുത്തപ്പോഴാണ് ഞാൻ വീണത്. പാവം ഇതിൻ്റെ വയറും കൂടി ഇടിച്ചിട്ടുണ്ട് കേട്ടോ. അല്ല ഞങ്ങൾ അവിടെ പോയിട്ട് തിരിച്ചെത്തിയപ്പോൾ എന്താ പറയുക, ഞങ്ങൾക്ക് നല്ലോണം വിശന്നിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുന്നതോളം വിശന്നിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഇഡ്ഡലിയും ചിക്കൻ കറി ഉണ്ടെന്ന് ഇപ്പം സമയം ഉച്ച 12 മണിയായി. അതിൻ്റെ ടൈമിലാണ് ഇഡ്ഡലിയും ചിക്കൻ കറി. ഞാൻ രാവിലെ ഫുഡ് കഴിച്ചില്ലായിരുന്നു, ബ്രെഡും ജാമാണ് കഴിച്ചത്. അതുകൊണ്ട് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്നാൽ ശരി, ഹലോ ഗായ്സ്. ഞാൻ കുളിച്ചൊക്കെ ഫ്രഷായി വന്ന് അത് കഴിഞ്ഞ് ചായ എല്ലാം കുടിച്ച് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായില്ല. കുറച്ച് ബിസി ആയിപ്പോയി. മാമി കുറച്ച് പഠിക്കേണ്ട കാര്യമുള്ളതുകൊണ്ട് എന്താ പറയുക അത്ര എടുക്കാനൊന്നും ആയില്ല. പിന്നെ ഇപ്പോൾ അമ്മ വന്ന് പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നല്ല ഇരുട്ടി. ഇപ്പോൾ ഒരു 8 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങണം. ഉള്ളൂ ഇന്നത്തെ പരിപാടി. ബാക്കി പരിപാടി ഇപ്പം ബൈ ബൈ. അടുത്ത വീഡിയോയിലേക്ക് കാണാം.